എങ്ങനെ ഇത്രത്തോളം ക്രിമിനൽ സ്വഭാവത്തിലേക്ക് ഈ കുട്ടികൾ വരുന്നു? ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്താൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നതൊക്കെ പലയിടത്തും സാധാരണ നിലയിൽ സ്കൂളുകളിലുമൊക്കെ ഉണ്ടാകാം, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് കുട്ടികളെല്ലാം ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേപോലെ ഒരാളെ തകർത്ത് കളയണം എന്ന് ആലോചിക്കുന്നു, അതിനുവേണ്ടി ചർച്ച നടത്തുന്നു, പ്ലാൻ ഉണ്ടാക്കുന്നു, അത് നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ എല്ലാം മനോനില ഏത് തരത്തിലാണ്? സ്കൂളുകളിൽ സംഭവിക്കുന്നത് എന്താണ്? പുതിയ തലമുറ വിദ്യാർത്ഥികളുടെ സ്വഭാവം ഏത് തരത്തിലാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. പുതിയ തലമുറയുമായി സംവദിക്കാൻ അധ്യാപകർക്ക് പോലും കഴിയാത്ത വലിയ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. കാര്യമായ പഠനങ്ങൾ ഉണ്ടാകുന്നില്ല. സ്കൂളുകളിൽ തിരുത്തലിന് വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ കാര്യമായി ഏർപ്പെടുത്തപ്പെടുന്നില്ല. കൗൺസിലിംഗ് അടക്കമുണ്ടെങ്കിലും അതൊക്കെ വളരെ പരിമിതമായി മാത്രമാണ് സ്കൂളുകളിൽ ആ സേവനം ഉള്ളത്. അപ്പോൾ കുട്ടികളെ എങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയാം, അവർക്കൊരു സാമൂഹിക ഉത്തരവാദിത്വവും ബോധവും ഉണ്ടാക്കാം എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്നതാണ് ഷഹബാസ് എന്ന കണ്ണീർ ആയി മാറിയ ഷഹബാസ് എന്ന പേര്. ഈ സാഹചര്യം ഇപ്പോൾ ചുങ്കം മദ്രസയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും അല്പം മുമ്പ് ഷഹബാസിൻ്റെ സുഹൃത്തുക്കൾ അവിടെ എത്തിയപ്പോഴുള്ള സങ്കടകരമായ ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വെറും നിസ്സാരമായൊരു കാര്യത്തിനാണ് ആ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന കുട്ടി പോലുമല്ല. ആ ട്യൂഷൻ സെൻ്ററിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു, ഒരു തർക്കമുണ്ടാകുന്നു, അത് അവിടെ തീരേണ്ടതാണ്. ആ സമയം അവിടെ പ്രശ്നമുണ്ടായി, അധ്യാപകരൊക്കെ പിടിച്ചു മാറ്റുന്നു. പക്ഷെ അതിനുശേഷം പ്രതികാര ബുദ്ധിയോടുകൂടി ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ്. മുഹമ്മദ് ഷഹീദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. ഷഹീദ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. 5 കുട്ടികൾ അവർ നിയമ നടപടി നേരിടുകയാണ്, പരീക്ഷ എഴുതുന്നു എന്ന് പറയുമെങ്കിലും ഇത്രയും വലിയൊരു കുറ്റവും കൂടി ചെയ്തവരാണ്. ഒരു വശത്ത് അങ്ങനെയുള്ള നടപടികൾ പോകുന്നു, മറുവശത്ത് ഷഹബാസിനെ യാത്രയാക്കുന്നു. തീർച്ചയായും പൂജ, ഏറ്റവും ദുഃഖകരമായ ഈ ഷഹബാസിൻ്റെ മരണം കേരളത്തിൻ്റെ സമൂഹത്തോട്, കേരളീയ സമൂഹത്തിൻ്റെ മനസാക്ഷിയോട് 100 ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇനിയെങ്കിലും കേരളം ഉത്തരം നൽകിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാവും. അത് ഒരിക്കലും ആശ്വാസകരമായ സാഹചര്യമായിരിക്കില്ല. ഏറ്റവും പ്രധാനമായും കുട്ടികളുടെ മാനസിക നിലയിൽ വന്ന മാറ്റം, ഇങ്ങനെ ഏറ്റവും ഈ ഷഹബാസ് സംഭവത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായും പുറത്തു വന്ന ഓഡിയോ ശബ്ദ സന്ദേശത്തിൽ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ട് പോലും ഇനിയും അവരെ കൊല്ലുമെന്ന് പറയാൻ ആ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ കഴിയുന്നു? സ്വാഭാവികമായും ഒരാളെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ആ രീതിയിൽ കൊല്ലുമെന്ന് പറയാൻ ഒരു 14-15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ ഇത്രയും വളരെ കുറഞ്ഞ ജീവിത പരിസരത്ത് വെച്ച് അത്രയും ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വളരാൻ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സ് എങ്ങനെ പാകപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവത്തിലുള്ളൊരു ചോദ്യമാണ്. അതിന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന, നമ്മൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിശദീകരണങ്ങളോ ഉത്തരങ്ങളോ മതിയാവില്ല എന്നുള്ളത് തന്നെയാണ്. ഇതേക്കുറിച്ച് കൃത്യമായ പരിശോധനകളും അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവരും കൈമലർത്തുകയാണ്. അധ്യാപകർ കൈമലർത്തുന്നു, രക്ഷിതാക്കൾ കൈമലർത്തുന്നു, നമ്മുടെ സംവിധാനങ്ങളും പോലീസ് ഉൾപ്പെടെയുള്ളവർ കൈമലർത്തുന്നു. ഈ രീതിയിൽ പ്രതികരിക്കുന്ന കുട്ടികളോട് എങ്ങനെയാണ് തിരിച്ച് ഇവരോട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം, ബലം പ്രയോഗിക്കണമോ, സ്നേഹത്തിൽ സംസാരിക്കണമോ, അവരോട് ഉപദേശിക്കണമോ എന്നുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഇവർക്കറിയില്ല. ഈ നമ്മുടെ സമൂഹ സംവിധാനങ്ങൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും അറിയില്ല ഈ വിദ്യാർത്ഥികളെ, പുതിയ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും കോവിഡാനന്തരം വിദ്യാർത്ഥികളുടെ മാനസിക ഘടനയിൽ വന്ന മാറ്റങ്ങൾ, ഈ ഓൺലൈൻ സംവിധാനങ്ങളും ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഈ വിദേശ ഈ സീരീസുകളുമൊക്കെ വിദ്യാർത്ഥികൾ നിരന്തരം കാണുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക ഘടനയിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നുള്ള കാര്യത്തിലുള്ള വളരെ അവ്യക്തമായ ചില ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഷഹബാസിൻ്റെ ഏറ്റവും ദുഃഖഭരിതമായ ഈ സമയത്തിലെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനകളും അന്വേഷണങ്ങളും പഠനങ്ങളും കൃത്യമായ റിസർച്ചുകളുമൊക്കെയാണ് ഇനി നടത്തേണ്ടത് എന്നുള്ളത് തന്നെ ഒരു വസ്തുതയാണ്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം, സർക്കാർ സംവിധാനം വേണം, പോലീസ് സംവിധാനങ്ങൾ വേണ്ടതുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ, ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ രീതിയിലുള്ള ഇടപെടുന്ന ആളുകൾ, സമൂഹം ഒന്നാകെ ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത്, ഇതിനുള്ള ഒരു മറുപടി കണ്ടെത്തേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി വലിയ സംഘർഷമുണ്ടാക്കുകയും അത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടുകളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാക്കുന്നു. അത് പിന്നീട് വിദ്യാർത്ഥികൾ തമ്മിൽ തന്നെ ചെറിയ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി വലിയ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് എങ്ങനെയാണ്
സംഭവിക്കുന്നതിന് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു നമ്മളുടെ ഇത്രയും കാലത്തുള്ള നമ്മുടെ റിപ്പോർട്ടിംഗ് പരിചയമോ നമ്മുടെ അനുഭവ ജീവിത പരിചയമോ വെച്ച് വിശദീകരിക്കാൻ കഴിയാത്തതാണ്. അതിന് വളരെ ശാസ്ത്രീയമായ പരിശോധനയും പഠനവും അന്വേഷണവും നടത്തേണ്ടതുണ്ട്. അതിലുള്ള പഠനം നടത്തിയാൽ മാത്രമേ അതിലുള്ള പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത്തരം പരിഹാരത്തിലേക്ക് എത്താൻ ഈ സംഭവമെങ്കിലും ഷഹബാസ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവൻ അതിനുവേണ്ടി ബലി നൽകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്കൂൾ അധികൃതരൊക്കെ പറയുന്നത് ഷഹബാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതാൻ ഇരിക്കുകയാണ്. വലിയ മാർക്ക് നേടണമെന്ന് വലിയ സ്വപ്നമുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് അയൽവാസിയും അവൻ്റെ കുടുംബവും സ്വാഭാവികമായി കുടുംബത്തിന് പ്രതീക്ഷയുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ തൊട്ടയൽപക്കത്തുള്ള ഒരു നാരായണി അമ്മ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് രാവിലെ പങ്കുവെച്ചിരുന്നു. അവരോട് ഉൾപ്പെടെ ഈ ഷഹബാസ് പറഞ്ഞിരുന്നു, എനിക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണം, ഞാൻ പഠിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അവൻ നിരന്തരം പഠിക്കാറുണ്ടായിരുന്നു, രാത്രിയിൽ പോലും പഠിക്കാറുണ്ടായിരുന്നു ഒക്കെ അയൽവാസി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയാണ് അവൻ. ഈ സംവിധാനത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മാറിയ കുട്ടികളുടെ മാനസികാവസ്ഥ ഘടന ഉണ്ടാക്കിയ ഈ സാഹചര്യത്തിൻ്റെ ഒരു ഇരയായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഷഹീദ് അവിടെ പല ആളുകളുമായി സംസാരിച്ചിരുന്നതാണ്. മാത്രമല്ല റിപ്പോർട്ടിംഗ് പരിചയം കൊണ്ടൊന്നും അളക്കാൻ കഴിയുന്നതല്ല എന്താണ് ഈ പുതിയ തലമുറയിൽ സംഭവിക്കുന്നത് എന്നത്. കാര്യത്തിലൊക്കെ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ അനിവാര്യമാണ്. തിരുത്തൽ നടപടി എവിടെ തുടങ്ങണം, അത് വീടുകളിലാണോ സ്കൂളുകളിലാണോ, എങ്ങനെയാണ് ശാസ്ത്രീയമായി അത് മാറിയ തലമുറയെ കൈകാര്യം ചെയ്യുന്നത്, ഏത് തരത്തിൽ വേണം എന്നതിലൊക്കെ ഇനിയൊരു മാറ്റം അനിവാര്യമായി വരുന്നു എന്ന തോന്നലാണ് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്.